സീഡ് സൈക്ലിംഗ് എന്താണെന്നറിയാമോ? PCOS, PCOD, ഇൻഫെർട്ടിലിറ്റി, എൻഡോമെട്രിയോസിസ്, ഗൈനക്കോളജിക്കൽ ഇഷ്യൂസ്, മെനോപോസൽ ഇഷ്യൂസ്, ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ ഉള്ളവരിൽ സീഡ് സൈക്ലിംഗ് എന്ത് ബെനിഫിറ്റാണ് ചെയ്യുന്നതെന്ന് നോക്കാം. മെൻസ്ട്രൽ സൈക്കിൾ നോർമലി ഒരു 28 ഡേയ്സ് സൈക്കിളാണ്. ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് 14 ഡേയ്സും സെക്കൻഡ് 14 ഡേയ്സും. ഫസ്റ്റ് 14 ഡേയ്സ് എന്ന് പറയുന്നത് പീരിയഡ്സ് ആവുന്ന ഫസ്റ്റ് ഡേ മുതൽ 14th ഡേ വരെയാണ്. ഇതിനെ ഫോളിക്കുലാർ ഫേസ് എന്നും രണ്ടാമത്തെ 14 ഡേയ്സ് അതായത് 15th ഡേ മുതൽ 28th ഡേ വരെ ഇതിനെ ലൂട്ടിയൽ ഫേസ് എന്നും പറയുന്നു. ഫോളിക്കുലാർ ഫേസിൽ പംകിൻ സീഡ്സും ഫ്ലാക്സ് സീഡ്സും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പംകിൻ സീഡ്സിൽ മഗ്നീഷ്യവും സിങ്കും ധാരാളം അടങ്ങിയിരിക്കുന്നു. ഫ്ലാക്സ് സീഡ്സിൽ നല്ല കൊളസ്ട്രോളും അതുപോലെ ഫൈറ്റോ ഈസ്ട്രജനും അടങ്ങിയിരിക്കുന്നു. ഇത് ഈസ്ട്രജൻ ലെവൽ ബൂസ്റ്റപ്പ് ചെയ്യാനും ടെസ്റ്റോസ്റ്ററോൺ റെഗുലേറ്റ് ചെയ്യാനും പീരിയഡ്സിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ക്രാംസ് ഒക്കെ ഒന്ന് കുറയ്ക്കാനൊക്കെ സഹായിക്കും. ഇനി രണ്ടാമത്തെ ഫേസ് അതായത് ലൂട്ടിയൽ ഫേസിൽ സെസമേ സീഡ്സും സൺഫ്ലവർ സീഡ്സുമാണ് ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. സെസമേ സീഡ്സ് കാൽഷ്യം റിച്ച് ആണ്. അതുപോലെ സൺഫ്ലവർ സീഡ്സിൽ വൈറ്റമിൻ ഇ ധാരാളം അടങ്ങിയിരിക്കുന്നു. ഇത് പ്രൊജസ്ട്രോൺ ബൂസ്റ്റപ്പ് ചെയ്യാനും ആക്നെ വരുന്നത് കുറയ്ക്കാനും ആക്നെ സ്കാർസ് ഒക്കെ പോകാനും സ്കിന്നൊന്ന് ഗ്ലോ ആവാനൊക്കെ സഹായിക്കുന്നു. സീഡ്സ് ഈ ഒരു രീതിയിൽ കഴിക്കുന്നത് കൊണ്ട് നാച്ചുറൽ ആയിട്ട് തന്നെ നമുക്ക് PCOS കൊണ്ടുള്ള ബുദ്ധിമുട്ട് കുറയ്ക്കാനും മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ഒക്കെ ഒന്ന് മാറ്റാനും ഹോർമോണൽ ഇംബാലൻസസ് ഒക്കെ കുറയ്ക്കാനും PMS സിംറ്റംസ് ഒക്കെ കുറയ്ക്കാനും സഹായിക്കുന്നു.